ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ വൈറ്റി സ്റ്റുഡിയോയിൽ കുറച്ച് നാളായിട്ട് ഒരുപാട് ഫേക്കുകൾ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലൈവ് ഇടുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കണം. അതുപോലെ തന്നെ എൻ്റെയും എൻ്റെ പ്രൊഫൈൽ പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഫേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ ആ കാര്യങ്ങളെല്ലാം എടുത്ത് അവൻ്റെ പ്രൊഫൈൽ പിക്ക്. അതുപോലെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളിങ്ങനെ ഫേക്ക് ID ഇങ്ങനെ വരുവാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ അവരുടെ പ്രൊഫൈലിൽ പോയിട്ട് അവർ URL എടുക്കണം. URL എടുത്തിട്ട് നമ്മൾ അതെല്ലാം സൈബർ സെല്ലിൽ കൊടുക്കുകയാണെങ്കിൽ അവർ അത് അന്വേഷിച്ചിട്ട് അവർ അതിനുള്ള നടപടികൾ എടുക്കും. അതുപോലെ തന്നെ ആ URL ഉണ്ടെങ്കിൽ സൈബർ സെല്ലിൽ പെട്ടെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആരാണ് എന്താണെന്നുള്ളതൊക്കെ. അതുപോലെ തന്നെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എനിക്ക് ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് സാലി ഇങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അവനക്ക് ഉണ്ടായി. അവൻ്റെ പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ട് വേറെ അഖിൽ എന്ന് പറഞ്ഞൊരു ലൈവിൽ പോയിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ കമൻറ്റുകൾ ഇടും. അതുപോലെ തന്നെ അവിടെയുള്ള സ്ത്രീകളെയൊക്കെ ഭയങ്കര മോശമായിട്ട് രീതിയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ എന്താ വിചാരിക്കുക, ഇവനാണ് സാലിയാണ് ഇടുന്നത് എന്നാണ് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള തെണ്ടിത്തരം എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾക്ക് നേരെ പറയാൻ ഇതില്ലാതെ മറ്റുള്ളവരുടെ പ്രൊഫൈൽ പിക്ചർ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെയുള്ള തെണ്ടിത്തരം ചെയ്യുന്നതിനോട് നിങ്ങൾക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്ത് സുഖമാണ് കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങളൊരു ആണ് അല്ലെങ്കിൽ നിങ്ങളൊരു പെണ്ണാണെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള പ്രൊഫൈൽ ID യിൽ വന്നിട്ട് ചെയ്യുക. മറ്റുള്ളവരുടെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെയുള്ള നാറിയ തെണ്ടിത്തരം എന്തിനാണ് ചെയ്യണതെന്നുള്ളത് മനസ്സിലായി. അത് ഒരുതരം ഭീരുക്കളുടെ സ്വഭാവമാണ്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വന്നിട്ടാണ് മുട്ടേണ്ടത്, അല്ലാതെ ഒരു ഭയങ്കര ഭീരുക്കളെ പോലെ അല്ലെങ്കിൽ ആണത്വം ഇല്ലാത്തവന്മാരെ പോലെ മറ്റുള്ളവരുടെ പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ടല്ല ഇങ്ങനെയുള്ള തെമ്മാടിത്തരങ്ങളും കാണിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും സാലിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവൻ സൈബർ സെല്ലുമായിട്ട് കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവൻ സൈബർ സെല്ലിൽ എന്തായാലും കോൺടാക്റ്റ് ചെയ്യും. അങ്ങനെ അതെന്തായാലും അവനെ പിടിക്കും. അവൻ പേടിക്കൊന്നും വേണ്ട. അപ്പോൾ ഞാൻ സൈഡിൽ കാണിക്കുന്നില്ല. അപ്പോൾ കുറച്ച് കണ്ടിട്ട് വരാം കേട്ടോ. നമുക്ക് ഭയങ്കര മോശമായിട്ടുള്ളതാണ്, എനിക്കത് വായിക്കാൻ പറ്റില്ല. നിങ്ങൾ ആ സൈഡിൽ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്തൊക്കെയാണെന്നുള്ളത്. ഭയങ്കര മോശമായിട്ടാണ് ഇത്. ഒരിക്കലും ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടിട്ട് വരട്ടെ, ഒന്ന് കാണും. ഇതിൽ ദീപ എന്നെ ഇഷ്ടമായോ? പിന്നെ ഭയങ്കര പെണ്ണുങ്ങളുടെ അടുത്താണ് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലുള്ള കമൻറ്റുകളാണ് ഇടുന്നത്. മെയിൽ ബ്രോ വൈറ്റി എന്നാണ് സാലിയുടെ ശരിക്ക് അവൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അത് ഇതിൽ ഇവൻ്റെ പേര് അപ്പോൾ ഇവൻ അറിയുന്നവൻ തന്നെയാണ്. ഇവൻ യൂട്യൂബിൽ ഇവൻ്റെ പേരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല, മെയിൽ ബ്രോ വൈറ്റി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇൻസ്റ്റാഗ്രാമിലാണ് ഇവൻ സാലി എന്നുള്ള ഇത് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവനെ ഏറ്റവും അറിയുന്ന ഒരാൾ തന്നെയാണ് ഇവനക്കിട്ട് പണി കൊടുത്തിരിക്കുന്നത്, സാലിക്ക് പണി കൊടുത്തിരിക്കുന്നതെന്ന് ഉറപ്പായിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഇത് വെച്ചിട്ട് എൻ്റെ ഫേക്ക് ID, എൻ്റെ പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ട് എൻ്റെ ഫേക്കിൽ വന്ന ആളും ഇതേപോലെ നമ്മുടെ വൈറ്റിയിലുള്ളവർ തന്നെയാണ്. അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ലൈവ് ഇടുന്നവർ സൂക്ഷിച്ചിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ലൈവ് ഇടുന്നതിന് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവൻ്റെ URL പ്രൊഫൈൽ പോയിട്ട് URL കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്ക്രീൻഷോട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരിട്ട് സൈബർ സെല്ലിൽ വിളിച്ചിട്ട് നമ്മൾ കൊടുത്താൽ മതി. സൈബർ സെല്ലിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഏത് ജില്ലയിലാണോ ആ ജില്ലയിലെ ഇത് നമ്മൾ അടിച്ചു കൊടുത്താൽ മതി. ഗൂഗിളിൽ പോയിട്ട് അത് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ജില്ലയിലത്തെ സൈബർ സെല്ലിൻ്റെ നമ്പർ അവിടെ കാണിക്കും. അപ്പോൾ അവരത് നമ്മളെ വിളിക്കുന്ന സമയത്ത് അവർ നമുക്ക് ഇങ്ങോട്ടൊരു മെയിൽ അയക്കും. എന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയാൻ പറയും. എന്നിട്ട് അതിൽ നമ്മുടെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് തന്നെ ആരാണെന്നുള്ളത് അവർ കണ്ടുപിടിക്കും. അത് ഏതാണെന്നുള്ളതൊക്കെ അറിയാൻ കഴിയും. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ ചാനൽ പൂട്ടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഏത് വ്യക്തിയാണെന്ന് ഉൾപ്പെടെ അറിയാൻ പറ്റും. അപ്പം വന്ന ഫേക്ക് ID നമ്മുടെ വൈറ്റിയിലുള്ള ആൾ തന്നെയായിരുന്നു. അവർ വന്ന് കയ്യും കാലും പിടിച്ചത് കൊണ്ടാണ് ഞാൻ പിന്നെ ആ പേരൊന്നും വെളിപ്പെടുത്താത്തത്. നമ്മൾ പിന്നെ നമ്മുടെ അടുത്ത് ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ഇത് പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിട്ടത്. ഇനി അങ്ങനെ ആവർത്തിക്കുകയാണെങ്കിൽ ഇനി അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. എന്തായാലും വേറെ ഉള്ള വഴികളൊക്കെ സ്വീകരിക്കും. അതുപോലെ തന്നെ കുറച്ച് കമൻറ്റുകളും കൂടി ഞാൻ വായിച്ചു തരാം. അവൻ തന്നെ സാലി എന്ന് പറഞ്ഞിട്ട് വന്ന ആ വ്യക്തി പിന്നെ പേര് മാറ്റിയിട്ട് മാസി എന്നാക്കിയിട്ടുണ്ട്. ദീപ എന്നെ ഇഷ്ടമായോ? അവിടെയും ചോദിക്കുന്നത് ദീപ ഇഷ്ടമായോ, സാബി ഐ ലവ് യു. അതുപോലെ നീ ആദ്യം അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. മാസി അബി എന്ന് പറഞ്ഞ് കണ്ണുരുട്ടുന്നുണ്ട്. അഖിലേട്ടന് നന്നായി യൂട്യൂബ് ഉപയോഗിക്കാൻ അറിയില്ല, അഖിൽ DP ടോച്ച് അങ്ങനെ. പിന്നെ അവൻ തന്നെ വേറെ വൾഗറായിട്ടുള്ളൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അവൻ തന്നെ ഇട്ടിട്ട് അവൻ തന്നെ ചിരിക്കുകയാണ്. സൈക്കോ ആണെന്ന് തോന്നുന്നു.
സ്വാബിർ എല്ലാവർക്കും ഫേക്ക് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള മാസി അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എന്താണ് നമുക്ക് അറിയുന്നവർ ഒരിക്കലും ഇങ്ങനെയുള്ള വൾഗറായിട്ടുള്ള കമൻറ്റ് ഇടില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നിങ്ങളൊക്കെ ലൈവ് ഇടുന്നവരായിരിക്കും, ഞാനും ലൈവ് ഇടയ്ക്ക് ഇടുന്നതാണ്. അപ്പോൾ ലൈവ് ഇടുന്ന സമയത്ത് ഇങ്ങനെയുള്ള വൾഗറായിട്ടുള്ള കമൻറ്റുകൾ വരുവാണെങ്കിൽ ഒരിക്കലും ആ വ്യക്തിയാണെന്ന് കരുതരുത്. അവരുടെ ഫേക്ക് ആയിരിക്കാം, അവരുടെ പ്രൊഫൈൽ എടുത്ത് വെച്ചിട്ട് അവരുടെ ഫേക്ക് ആയിരിക്കും ഇതിനകത്ത് കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെ യാതൊരു കാരണവശാലും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ പെട്ടെന്ന് അയ്യോ ഇവനെന്താ ഇങ്ങനെയെന്നുള്ളത് തെറ്റിദ്ധരിച്ചു പോകും. ആ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. നമ്മളെന്തായാലും അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നമ്മുടെ ഫ്രണ്ട്സിന് നമുക്ക് എന്തായാലും അറിയാമല്ലോ, നമ്മുടെ ഫ്രണ്ട്സ് ഒരിക്കലും നമ്മുടെ ഇതിൽ വന്നിട്ട് ഒരിക്കലും അങ്ങനെ കളിക്കില്ല. പിന്നെ നമ്മുടെ അടുത്ത് ശത്രുതയുള്ളവരോ അല്ലെങ്കിൽ നമ്മളെ മോശമാക്കേണ്ടവരോ അല്ലെങ്കിൽ എന്താണ് ആ വ്യക്തി ഇപ്പോൾ ആരെക്കുറിച്ചാണോ അത് അവരെക്കുറിച്ച് നമ്മുടെ അടുത്ത് നേരിട്ട് വന്ന് പറയാനും ഇതുള്ളവർ ഇങ്ങനെയുള്ള നാറിയ കളികൾ കളിക്കും. അങ്ങനെയുള്ളവരാണ് ഈ ഫേക്കിൽ വന്നിട്ട് ഇങ്ങനത്തുള്ള കളികൾ കളിക്കുന്നത്. അപ്പം അവൻ തന്നെ പറയുന്നത് സാലിഹ് പാവമാണെന്നൊക്കെ പറയുന്നുണ്ട്. സാബിർ എല്ലാവർക്കും ഫേക്ക് ഉണ്ടാക്കുന്ന സാലിഹ് പാവമാണ്, അവൻ ഇങ്ങനെ മോശമായിട്ടുള്ള രീതിയിലുള്ള പിക്ചറൊക്കെയാണ് ഇടുന്നത്, മനസ്സിലായി. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് സാലി ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങനെയുള്ള ഫേക്കുകൾ വരുന്ന സമയത്ത് നോട്ട് ചെയ്ത് വെക്കുക. ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. ഒരുപാട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഉടനടി നിങ്ങൾ സൈബർ സെല്ലിൽ കൊടുക്കുക. അല്ലാതെ നിങ്ങൾ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള ഫേക്കുകൾ എന്തായാലും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ട് തുരത്തി ഓടിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ പേടിച്ച് മാറി നിൽക്കേണ്ട കാര്യം സൈബർ സെൽ എന്ന് പറഞ്ഞാണ്. സൈബർ സെല്ലൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയും, പക്ഷേ ഒന്നുമല്ല. അവർ നമ്മൾ തക്കതായിട്ടുള്ള തെളിവുകൾ കൊടുക്കുകയാണെങ്കിൽ അവർ അതിൻ്റേതായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വൾഗറായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിലുള്ള നടപടികൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ കമൻറ്റുകൾ ഇടുന്ന നാരികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇങ്ങനെ ഫേക്കിൽ വന്നിട്ട് മറ്റുള്ളവരുടെ ഒരു പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ട് ഇങ്ങനെയുള്ള കമൻറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത്? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് മുട്ടാൻ നോക്കും. മറ്റുള്ളവരെ അവഹേളിക്കുന്ന രീതിയിൽ, മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന രീതിയിൽ, മറ്റുള്ളവരെ കരിവാരി തേക്കുന്ന രീതിയിൽ എന്തിനാണ് ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇട്ടിട്ട് അവരെ വേദനിപ്പിക്കുന്നത്? എന്തിനാണ്? നിങ്ങൾക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയയിൽ വന്നിട്ട് വാ. ഞങ്ങൾ വൈറ്റിയിലുള്ള ആളുകളുടെ പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ പേര് വെച്ചിട്ടോ ഇങ്ങനെയുള്ള നാറിയ കളികൾ കളിക്കരുത്. നിങ്ങൾക്ക് അതിനുള്ള പണി എന്തായാലും കിട്ടും. അത് എത്ര ഇതാണെങ്കിലും ശരി, അതിനുള്ള പല വഴികളുണ്ട്. നമുക്കത് കണ്ടുപിടിക്കാനുള്ള പല വഴികളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള തെണ്ടിത്തരങ്ങളൊക്കെ നിർത്തുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഒരുപാട് ഫേക്കുകൾ ഇറങ്ങുന്നുണ്ട്, ഒരുപാട് പേരുടെ പ്രൊഫൈൽ പിക്ചർ എന്നൊക്കെ വെച്ചിട്ട് ഒരുപാട് ഫേക്കുകൾ ഇറങ്ങുന്നുണ്ട്. അതിനൊക്കെ പൂട്ടിക്കാനുള്ള പല വഴികളും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഏത് വ്യക്തിയാണെന്ന് വരെ തിരിച്ചറിയാനുള്ള സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ കളിക്കേണ്ട, അത് വഷളാവും. ഈ നാറിയ കളികൾ അവസാനിപ്പിക്കുക, അതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ട് നിങ്ങൾ നേരിട്ട് വന്നിട്ട് ചോദിക്കുക. അല്ലാതെ ഇങ്ങനെയുള്ള നാറിയ കളികളല്ല കളിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അവൻ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയച്ചു തന്നു. അവനക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെയും കൂടെ ഒരു ഫ്രണ്ടാണ്, ഞാനൊരു ബ്രദറായിട്ട് കാണുന്ന ഒരാളാണ് സാലി. അവൻ ഒരുപാട് ഇത് എനിക്കും ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവനക്കൊരു ഇത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ YT സ്റ്റുഡിയോയിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നാൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നിട്ട് തന്നെ ഇത് പൊരുതും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഫേക്ക് ഐഡികളിൽ നിന്ന് വരുന്നവർ സൂക്ഷിക്കുക. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവന്മാർ തന്നെയാണെങ്കിലും സൂക്ഷിക്കുക. നിങ്ങൾക്കുള്ള പണി അധികം താമസിയാതെ കിട്ടും. അത് ആരാണെങ്കിലും. ഇതിൽ നിന്നതാണ്, അതുകൊണ്ട് എനിക്കറിയാം. എൻ്റെ പേരിൽ ഇങ്ങനെ ഒരാൾ ചെയ്തത് കൊണ്ട് അവരാരാണെന്നും എന്താണെന്നും എല്ലാം കണ്ടുപിടിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് പോവണ്ട, സൂക്ഷിച്ചിട്ട് ഫേക്ക് ഐഡിയിൽ വരിക. നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ ആരാണെന്ന് വരെ അറിഞ്ഞ് നിങ്ങളെ പൊക്കാനുള്ള പല സിസ്റ്റവും ഉണ്ട്. അതുകൊണ്ട് ഫേക്കിൽ വന്നിട്ട് ഇങ്ങനെയുള്ള കളികൾ കളിക്കുമ്പോൾ കുറച്ചൊക്കെ സൂക്ഷിക്കുക. അപ്പോൾ ഇത്രയുള്ള ടോപ്പിക്, പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.